ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. മലയാളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയത്. ദൃശ്യം 3ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. ചിത്രം മെയ് 1 പുറത്തിറങ്ങും. സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തു വന്നു. ജോർജ് കുട്ടിയും മറ്റു കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്ന തരത്തിലാണ് ടീസർ ഒരുക്കിയിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ ഒരു നിഗൂഢത നിറച്ചാണ് ടീസർ പുറത്തിറങ്ങിയത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിന് ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നത് എന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ 2 ഭാഗങ്ങളെപ്പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി. ഷൂട്ടിംഗ് പൂർത്തിയാകും മുമ്പ് 350 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു സിനിമ. ദൃശ്യം 3യുടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിരുന്നു. ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളാണ് പനോരമ സ്റ്റുഡിയോസ്. മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബത്തെയും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്കുണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസും കടന്ന് കൊറിയൻ ഉൾപ്പെടെയുള്ള നിരവധി ഭാഷയിലേക്ക് ചിത്രം റീമേക്കപ്പെട്ടു. ഈ സിനിമ റിലീസാകുന്നത് മെയ് 21-നാണ്.